UDF ഭരിക്കുന്ന കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട്. സഹകരണ വകുപ്പ് ഓഡിറ്റിംഗിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. അതേസമയം നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി നിക്ഷേപകരും രംഗത്തെത്തി. വിവരങ്ങൾ M സന്തോഷ് നൽകും. റിപ്പോർട്ട് കാണാം. ഇതോടെ 9 PM പൂർണ്ണമാകുന്നു. നമസ്കാരം. വർഷ UDF ഭരിക്കുന്ന കണ്ണൂരിലെ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടിരിക്കുകയാണ്. ശ്രീകണ്ഠപുരം യൂണിറ്റ് ഇൻസ്പെക്ടറോട് അന്വേഷണം നടത്തി ഈ ജൂലൈ 15-നകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിക്ഷേപ തുകയിലെ തിരിമറി, അതോടൊപ്പം തന്നെ ഈ ലോൺ അനുവദിച്ചതിലുള്ള ക്രമക്കേടുകൾ, ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തുടങ്ങി നിരവധി ക്രമക്കേടുകൾ ഈ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ബാങ്കിൽ നിന്നും നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി ഇടപാടുകാർ രംഗത്തെത്തുക കൂടി ചെയ്തിരിക്കുന്നത്. നിരവധി ഇടപാടുകാരാണ് അവരുടെ നിക്ഷേപ തുക പിൻവലിക്കുന്നതിനായി ബാങ്കിലെത്തുകയും പണം ലഭിക്കാതെ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഈ ബാങ്കിൽ നിലവിൽ പണമില്ല എന്നുള്ള മറുപടിയാണ് അധികൃതർ നൽകുന്നത്. ലോൺ കൊടുത്ത തുക തിരിച്ചു ലഭിച്ചിട്ടില്ല എന്നുള്ള വിചിത്ര ന്യായമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലവിധ ആവശ്യങ്ങൾക്ക്, വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി കാത്തു സൂക്ഷിച്ച, സ്വരൂപിച്ചു വെച്ച തുക ലഭിക്കാതെ വലിയ പ്രശ്നങ്ങളാണ് പലർക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പോലീസിൽ തന്നെ നേരിട്ട് പരാതികൾ ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടപാടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇതുപോലെ നിക്ഷേപ തുക മടക്കി ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ UDF കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ഭരണസമിതി ഇവിടെ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ സെക്രട്ടറിയുടെ മേൽ മാത്രം ചാർത്തിക്കൊണ്ട് തടിയൂരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 2021-22 സാമ്പത്തിക വർഷം മുതലുള്ള കാലയളവിൽ നടന്നിട്ടുള്ള ഈ ക്രമക്കേടുകൾ പക്ഷേ സെക്രട്ടറിയുടെ മാത്രം മേൽ ചാരി രക്ഷപ്പെടാൻ ഭരണസമിതിക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ അന്വേഷണം കാര്യമായി നടന്നാൽ മാത്രമേ അതിൻ്റെ എത്ര തുകയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ ഇടപാടുകാരുടെ, നിക്ഷേപകരുടെ പ്രതിഷേധം കൂടി ബാങ്കിനെതിരെ ആരംഭിച്ചിട്ടുണ്ട്. വർഷ